എതിരെ നിൽക്കുന്ന ആളെ അടിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ ശരി അടിച്ചൊന്നുമില്ല, അങ്ങനെ തോന്നി. സിനിമ കിടിലമാണ്. നമ്മൾ 5-ാം പാതിരയ്ക്ക് ശേഷം കുഞ്ചാക്കോ ബോബൻ്റെ ഒരു കംബാക്ക്, അതേ പറഞ്ഞ അത്രേ ഉള്ളൂ. പിന്നെ ത്രില്ലിംഗ് ആണ്. പിന്നെ ഫാമിലി ഓഡീസിന് കാണാൻ പറ്റുകയാണ്. ഫുള്ള് നമ്മൾ ഈ ചൈൽഡ് അബ്യൂസിനെ കുറിച്ചും ഡ്രഗ്സിനെ കുറിച്ചും ഫാമിലി ഓഡീസ് എന്തായാലും കാണേണ്ട സിനിമയാണ്. ത്രില്ലറാണ്, നമുക്ക് സിനിമയിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നൂല, അത്ര കിട്ടുള്ള സിനിമയാണ്. നല്ല സിനിമയാണ്, നല്ല എൻഗേജിങ് ആണ്. ഡ്രഗിനെ കുറിച്ചും ഇപ്പോഴത്തെ ഈ ജനറേഷൻ കാണുന്ന കുറച്ച് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സിനിമയാണ്. അതിനെതിരെയൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കാണേണ്ട സിനിമയാണ്. 5-ാം പാതിര ഇതൊരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ത്രില്ലറാണ്. 5-ാം പാതിര നമുക്കിങ്ങനെ എന്താണ് മോമെൻറ്റ്സ് എപ്പോഴും ക്രിയേറ്റ് ആവുന്നതല്ലേ, ഇതിൽ ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവും. പടമിൽ ഈ കാലഘട്ടത്തിൻ്റെ പടം എന്ന് പറയാം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ ബോബൻ കുഞ്ചാക്കോയുടെ അഭിനയത്തിനാണ് ഏറ്റവും ഭയങ്കര റേഞ്ച് ആയിട്ടുള്ള, അതാണ് ആ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം. കുറച്ച് ആക്ഷൻ മാത്രമല്ല, അതിനകത്തൊരു കുടുംബ സെറ്റപ്പ് കൂടി വന്നപ്പോൾ പുള്ളിയുടെ ആ മിങ്കിളിങ് ഭയങ്കരമാണ്. ആ മാനറിസം ഭയങ്കരമായിട്ട് പുള്ളി കാത്തു രക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അവരത് വിട്ടിട്ടില്ല, സിനിമ കണ്ടതിൻ്റെ ഒരു ഇത് ഭയങ്കര നല്ല കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല മൂവിയാണ്. നമ്മളിപ്പം പെൺകുട്ടികളെ വളർത്തുന്നവരും പറയുമല്ലോ, പെൺകുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. അതല്ല, ആൺകുട്ടികളെ വളർത്തുമ്പോഴും വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയൊക്കെ ആയിപ്പോവുമല്ലോ ചില പിള്ളേർ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിച്ച് കുട്ടികളെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരിതാണ്. വളരെ നല്ല സിനിമയാണ്, മസ്റ്റ് വാച്ചിങ് തന്നെ. നല്ല സിനിമയായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ചാക്കോ ബോബൻ്റെ ഭയങ്കര നല്ല അഭിനയമാണ്. തുടക്കം മുതൽ അവസാനം വരെ നല്ല ഒരു സസ്പെൻസോടുകൂടി നിൽക്കുന്നുണ്ട്. ഒരു മയക്കുമരുന്നുകളും അങ്ങനത്തെ ആയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ സമൂഹത്തിൽ എന്തുമാത്രം ദോഷം ഉണ്ടാക്കേണ്ടെന്നുള്ളത് ഇതിൽ സിനിമ ശരിക്കും കാണിക്കുന്നുണ്ട്. അതിന് ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ ആളുകളുടെ ഇന്ന് ഉണ്ടാവേണ്ടതാണ്. നമ്മളത് കണ്ടിട്ട് ആർക്കെങ്കിലും വരുന്നില്ല എന്ന് വെച്ച് മിണ്ടാണ്ടിരിക്കേണ്ടതല്ല, ആർക്കാണെങ്കിലും നമ്മളത് പ്രതിരോധിക്കണം എന്നുള്ള ആ ഒരു സന്ദേശം. വളരെ മികച്ച ഒരു ഫിലിമാണ്. നമ്മൾ ഈ റൈറ്ററിൻ്റെ മുമ്പുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ഫിലിം കാണാൻ വേണ്ടി വന്നത്. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ഇപ്പം നമുക്ക് അറിയാവുന്ന സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഡ്രഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷെ അത് വളരെ മികച്ച സ്റ്റോറി ലൈനുമാണ്. ഇപ്പം കുഞ്ചാക്കോ ബോബൻ്റെയൊക്കെ ആക്ടിങ് മാരക ആക്ടിങ് ആണ്. അതായത് സീൻസൊക്കെ വളരെ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആയിക്കോട്ടെ, അത് നല്ല രീതിയിൽ എൻ്റെ പിക്ചറൈസേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. സ്റ്റോറി നടക്കുന്ന കുറച്ച് ബാംഗ്ലൂരും കുറച്ച് അങ്ങനെ പല ഇതായിട്ടാണ്. പക്ഷേ ആ പോർഷനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ജഗദീഷ് ഉണ്ടായാലും എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പ്രിയാമണി ഒരു മികച്ച ഒരു തിരക്കഥ അനുഭവമുള്ള ഒരു പെർഫോമൻസ് ആണ്. എൻ്റെ ഒരു ഗ്യാങ്ങിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു റോളിന് പറ്റിയ രീതിയിലുള്ളൊരു എന്താണ് വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മൊത്തത്തിലൊരു കെട്ടുറപ്പ് എന്ന് വെച്ചാൽ എൻ്റെ തിരക്കഥയാണ്. നമുക്ക് ഫാമിലി ഒരു എമോഷണൽ എല്ലാമായിട്ട് കണക്റ്റ് ആവുന്ന